ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത്. തറികളുടെയും തിറകളുടെയും നാടായ കണ്ണൂരിൽ ജില്ലാ ആസ്ഥാനത്തു നിന്നും 15 കിലോമീറ്റർ തെക്ക് കിഴക്ക് മാറി സ്ഥിതി ചെയ്യുന്ന കാർഷിക പെരുമ വിളിച്ചോതുന്ന ഗ്രാമപഞ്ചായത്ത് 2 റവന്യൂ വില്ലേജുകളിലായി 20.99 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്നു. സ്വർണവർണ്ണമാർന്ന നെൽക്കതിരുകൾ വിളഞ്ഞു നിൽക്കുന്ന വിശാലമായ പാടശേഖരം, നിറപുത്തരിയുടെ സമൃദ്ധിയും പൊലിമയും കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുന്നേറുന്ന സാംസ്കാരിക സമ്പന്നരായ ജനത, പച്ചത്തുരുത്തുകളുടെ പ്രാധാന്യം നെഞ്ചിലേറ്റുന്ന പൈതൃകങ്ങളുടെ പിന്തുടർച്ച, ശുചിത്വ സംരക്ഷണ പഞ്ചായത്ത് എന്ന സവിശേഷതയ്ക്കായി ഇടർച്ചയില്ലാത്ത പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തുടർന്നുവരുന്നു. സമൂഹത്തിൽ സാമൂഹ്യനീതി എല്ലാ വിഭാഗങ്ങളിലും എത്തിച്ചേരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുമ്പോഴാണ് ലിംഗപരമായ അസമത്വങ്ങൾ ഇല്ലാതാവുന്നത്. ആരും ഒഴിവാക്കപ്പെടാതെ എല്ലാ മനുഷ്യരുടെയും കഴിവുകളും സാധ്യതകളും വികസിപ്പിക്കുകയും അവ ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള നയസമീപനങ്ങളാണ് ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് അതിന്റെ നയരൂപീകരണ പ്രക്രിയയിൽ പ്രാമുഖ്യം നൽകി വരുന്നത്. ലിംഗവ്യത്യാസം ജൈവപരമാണ്. നമ്മുടെ സമൂഹത്തിൽ ന്യൂനപക്ഷ വിഭാഗമായ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ കൂട്ടായ്മയിലൂടെ സംഘടനയ്ക്ക് രൂപം നൽകി പ്രവർത്തിച്ചു വരുന്നുണ്ടെങ്കിലും നമ്മുടെ പഞ്ചായത്തിൽ ആരും തന്നെ ഈ വിഭാഗത്തിൽപ്പെട്ടവരില്ല എന്ന് ജനകീയ സർവേയിലൂടെ ഉറപ്പുവരുത്തി. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് ലിംഗസമത്വ വികസനത്തിനു വേണ്ടി വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്തുന്നുണ്ട്. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കൊയ്യോട് ഉദയ കലാസമിതി അംഗൻവാടിയിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ചെമ്പിലോട് പഞ്ചായത്ത് ഹാളിൽ വെച്ച് ജെൻഡർ അവബോധ ക്ലാസ്, വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വനിതകളെ ആദരിക്കൽ ചടങ്ങ് എന്നിവ നടത്തി. 2021 ഓഗസ്റ്റ് മാസം 8-ാം തീയതി ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 7-10 ക്ലാസ് തുല്യതാ പരീക്ഷ പാസായ വിവിധ മേഖലകളിൽ എത്തിയ സ്ത്രീകളെ ആദരിച്ചു. 2021 സെപ്റ്റംബർ മാസം 10-ാം തീയതി ആത്മഹത്യാവിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ഓൺലൈൻ വെബിനാർ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ ജനപങ്കാളിത്തത്തോടെ സൈക്കോ സോഷ്യൽ കൗൺസിലർ ബോധവൽക്കരണ ക്ലാസ് നടത്തി. 2021 നവംബർ 1-ാം തീയതി ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ചെമ്പിലോട് പഞ്ചായത്ത് ഹാളിൽ നിയമ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് 14-ാം വാർഡിൽ സ്വാഭിമാൻ പരിപാടി സംഘടിപ്പിച്ചു. ജെൻഡറിന്റെ തുല്യതാ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 50-ലധികം സ്ത്രീകൾ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് ചക്കരക്കൽ ടൗണിലേക്ക് 2022 മാർച്ച് മാസം 3-ാം തീയതി രാത്രി 9 മണിക്ക് രാത്രി നടത്തം സംഘടിപ്പിച്ചു. 2022 മാർച്ച് 8-ാം തീയതി ചെപ്പ് മാഗസിൻ വനിതാ ദിനത്തോടനുബന്ധിച്ച് വനിതകളുടെയും കുട്ടികളുടെയും കലാസൃഷ്ടി നടത്തി. 2022 ഓഗസ്റ്റ് 14-ാം തീയതി ബാലസഭ കുട്ടികളിൽ ജെൻഡർ സംവാദം വനിതാ ഗ്രാമസഭ ജനപങ്കാളിത്തത്തോടുകൂടി നടത്താൻ പഞ്ചായത്തിന് സാധിച്ചു. 2022 ഓഗസ്റ്റ് 20-ന് ADS-ന്റെ നേതൃത്വത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ ക്ലാസ് നടത്തി. 2022 ഓഗസ്റ്റ് 22-ന് സ്വാതന്ത്ര്യദിന പോസ്റ്റർ രചനാ മത്സരം, കൗമാര ക്ലാസ് എന്നിവ സംഘടിപ്പിച്ചു. പഞ്ചായത്തിന്റെ ജെൻഡർ റിസോഴ്സ് സെന്ററിൽ ഒരു UPS വാങ്ങിച്ചു കൊടുത്തു. പഞ്ചായത്തിൽ ജെൻഡർ ലൈബ്രറി സ്ഥാപിച്ചു. പഞ്ചായത്തിൽ ജെൻഡർ കൗൺസിലിംഗ് സെന്റർ സ്ഥാപിച്ച് വിവാഹപൂർവ്വ കൗൺസിലിംഗ് നടത്തിവരുന്നു. സ്ത്രീപക്ഷ നവകേരള പുസ്തക പ്രകാശനം കുടുംബശ്രീ ചെയർപേഴ്സണ് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം നടത്തുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ പഞ്ചായത്ത് തലത്തിലും അതോടൊപ്പം വാർഡ് തലത്തിലും ജാഗ്രതാ സമിതികൾ പ്രവർത്തനം പ്ലാൻ ചെയ്യുന്നു.